മൂന്ന് പേരും ഒന്നിച്ച് വീഡിയോ കോൾ ചെയ്യുന്നതും കാണിച്ചുകൊണ്ടാണ് ടു ദ മൂണിൻ്റെ 5ാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മുതലല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതൽ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ സിൻഡ്രല്ല ആവാൻ കൊതിച്ചപ്പോൾ അമ്മയ്ക്ക് നല്ല ഡ്രസ്സ് വാങ്ങിത്തരാൻ സാധിക്കാത്തതിനാൽ അവസാനം ഒരു സൈഡ് റോളിലേക്ക് അവർ എല്ലാവരും കൂടി തട്ടി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥയെന്ന് പറയുകയാണ് ഡാഹി. അടുത്ത ദിവസം ജോലിയിൽ കമ്പനി 30ാം വാർഷിക ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ശരിയായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനായി ഡാഹി ഫാക്ടറിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മറ്റൊരു സ്റ്റാഫിൽ നിന്നും സോസ് അവളുടെ മേലേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയത്താണ് നല്ല കട്ട്ലറ്റ് കിട്ടുന്ന സ്ഥലം എനിക്കറിയാം, നമുക്ക് ഇന്ന് ഡിന്നറിന് പോയാലോ എന്ന് ജീവിൻ്റെ മെസ്സേജ് വരുന്നത്. അവൾ തിരക്കാണെന്ന് അവന് മെസ്സേജ് അയക്കുന്നു. 2 ദിവസമായി ജിയു ഡാഹിയെ ഡിന്നറിന് വിളിച്ചിട്ടും അവൾ പോകാത്തതുകൊണ്ട് വീണ്ടും നീ എന്നെ ഒഴിവാക്കുകയാണോ എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഫാക്ടറിയിലെ സ്റ്റാഫുകളുടെ ഡ്രസ്സ് ഇട്ട് വന്നു നിൽക്കുന്ന ഡാഹിയെയാണ്. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ കടുപ്പമുള്ള ജോലികൾ തരുന്നതെന്ന് ചോദിക്കുമ്പോൾ നാളെ നടക്കുന്ന 30ാം ആനിവേഴ്സറിയിൽ ഏറ്റവും നല്ല എംപ്ലോയിക്കുള്ള അവാർഡ് വേറെ ആർക്കാണ് ലഭിക്കാൻ പോകുന്നത്, നിനക്ക് തന്നെ എന്ന് പറയുകയാണ് മിസ്റ്റർ കോ. അതിന് എനിക്ക് മാത്രമല്ലല്ലോ, ആ ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയും മറ്റൊരു സ്റ്റാഫും കൂടി ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ഡാഹിയോട് അവരുടെ കൂടെ ആ അവാർഡ് ലിസ്റ്റിൽ പെട്ടത് തന്നെ നിന്റെ ഭാഗ്യം എന്ന് കോ പറയുന്നുണ്ട്. അതേ നേരത്താണ് നാളെ നടക്കുന്ന ഫംഗ്ഷന്റെ ഭാഗമായി എടുക്കുന്ന പ്രൊമോ വീഡിയോയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി അഭിനയിക്കാൻ പോയിരിക്കുന്ന കാര്യം ഡാഹി അറിയുന്നത്. ജിയുവിന്റെ കൂടെയാണെന്ന് അറിയുന്നതും ഷൂട്ടിംഗ് നടക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ് അവൾ. ഓഫീസിൽ ഉള്ളവരും ഫാക്ടറിയിൽ ഉള്ളവരും എല്ലാവരും അവിടെ ഷൂട്ടിംഗ് കാണാനായി തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവൻ ഇതെന്തൊക്കെയാ കാണിക്കുന്നേ, മുഖത്ത് കുറച്ച് ഭാവങ്ങൾ വരട്ടെ, നീ ഈ കമ്പനിയിൽ സന്തോഷത്തോടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ആളുകൾക്ക് തോന്നണം എന്ന് ഡയറക്ടർ ജിയുവിനോട് പറയുന്നുണ്ട്. ഷൂട്ടിംഗ് നല്ല രീതിയിൽ നടക്കാതെ ദേഷ്യം വന്നിരിക്കുന്ന നേരത്താണ് ഫ്രെയിമിൽ കയറി നിൽക്കുന്ന ഡാഹിയെ കാണുന്നത്. അവളാണെങ്കിൽ ജിയുവിനെയും ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയെയും നോക്കി നിൽക്കുകയാണ്. അവസാനം ഡാഹി അവിടെ നിന്ന് പോകുമ്പോൾ ജിയു അവളെ കാണാതിരിക്കാനായി മുഖം പൊത്തുന്നുണ്ട്. എന്നാൽ അവളെ വിളിച്ചു നിർത്തി നാളത്തെ പരിപാടിക്ക് കട്ട്ലറ്റ് ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുകയാണ് ജിയു. അവൾ തലയാട്ടി അവിടെ നിന്നും പോകുന്നു. ഉണ്ടായ കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സിനോട് പറയുകയാണ് ഡാഹി. ആദ്യം നീ നിന്റെ അപ്പിയറൻസ് മാറ്റാൻ ഡാഹിയോട് പറയുകയാണ് ജിസോങ്. നാളത്തെ ഫംഗ്ഷനിൽ ഇടാനായി ജിസോങ് നല്ലൊരു ഡ്രസ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്യുന്നില്ല. ഈ നേരത്തു തന്നെ നമ്മുടെ ക്യാൻറ്റീനിൽ ഇന്ന് കട്ട്ലറ്റ് ഉണ്ട്, വേഗം വാ, നമുക്ക് ഒന്നിച്ച് ലഞ്ച് കഴിക്കാമെന്ന് മെസ്സേജ് അയക്കുകയാണ് ജിയു. ജിയുവിന് കട്ട്ലറ്റിൽ ആരോ കൈവിഷം കൊടുത്തെന്ന് തോന്നുന്നു. ഞാൻ ലഞ്ച് കഴിക്കുകയാണെന്നും നിങ്ങൾ കഴിച്ചോളൂ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നത് കണ്ടാൽ മറ്റുള്ളവർ ഓരോന്നൊക്കെ പറയുമെന്ന് പറഞ്ഞ് ഡാഹി അവന് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ ഡാഹി ശരിക്കും എന്നെ ഒഴിവാക്കുകയാണോ എന്ന് അവന് വീണ്ടും തോന്നുന്നു. ലഞ്ച് കഴിച്ച് തിരിച്ചു പോകുമ്പോൾ കൂടെയുള്ള ഒരു സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോകുന്നത് കാണുകയാണ് ജിസോങ്. എന്തിനാണ് പോകുന്നത്, കോൺട്രാക്ട് റിന്യൂ ചെയ്യാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന ജിസോങ്ങിനോട് ഞാൻ ചെയ്യാതെയല്ല, റിന്യൂ ചെയ്യിപ്പിച്ചില്ല എന്ന് പറയുകയാണ് ആ സ്റ്റാഫ്. അതുപോലെ ഫെയർവെൽ പാർട്ടി നൽകാനായി അവർ എന്നെ ഇത്ര നാളായി ഡിപ്പാർട്ട്മെന്റ് ഗ്രൂപ്പിൽ പോലും ആഡ് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞ് ആ സ്റ്റാഫ് പോകുന്നു. ഓഫീസിലേക്ക് എത്തുന്ന അവർ ബോണസ് ലഭിച്ചുകൊണ്ട് തന്നെ പാർട്ടിക്ക് പോകാം എന്ന് പ്ലാൻ ചെയ്യുന്നതും അപ്ഡേഷൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതും ജിസോങ് കേൾക്കുന്നു. അവൾ ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്, കാരണം അവൾ ആ ഗ്രൂപ്പിലില്ല. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന ജിസോങ്ങിനോട് ഇഷ്ടമുള്ള ചോയ് അവളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതും എല്ലാവരും ഇഷ്ടമില്ലാതെ പരസ്പരം നോക്കുന്നുണ്ട്. ഇതേ സമയം ജിസോങ്ങിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന പ്രോഗ്രാമിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എങ്ങനെ ആയിരിക്കണമെന്ന് ചർച്ച ചെയ്യുകയാണ് ഡാഹിയുടെ ടീം. ആരാണ് ജിയു മാനേജിംഗ് ഡയറക്ടറും ഇരിക്കുന്ന ടേബിൾ 1ൽ ഇരിക്കേണ്ടതെന്ന വാദം തുടങ്ങുന്നു. ടേബിൾ 1 VIP ടേബിൾ ആണെന്നും ഡോക്ടർ ജിയു ആ ടേബിളിൽ ആണെന്നും അറിയുമ്പോൾ ഡാഹി അവൻ്റെ അടുത്തു തന്നെ സീറ്റ് നേടിയെടുക്കുന്നുണ്ട്. എന്നാൽ അങ്ങോട്ട് വരുന്ന മിസ്റ്റർ കോ നീ ഇതുവരെയായിട്ടും ഫാക്ടറി യൂണിഫോം മാറിയില്ലേ, വേഗം പോയി മാറാൻ പറഞ്ഞു പോകുകയാണ്. സത്യത്തിൽ അവൾ ഡ്രസ്സ് മാറിയിട്ടുണ്ട്, എന്നാൽ സെയിം കളർ ആയതുകൊണ്ട് തന്നെ മിസ്റ്റർ കോവിന് അത് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ അവളെ കളിയാക്കുന്നു. എന്തു തന്നെയായാലും ജിയുവിൻ്റെ അടുത്ത് സീറ്റ് ലഭിച്ച സന്തോഷത്തിൽ ഡാഹി നേരെ വിളിക്കുന്നത് ജിസോങ്ങിനെയാണ്. നീ ഉച്ചയ്ക്ക് കാണിച്ചു തന്ന ഡ്രസ്സിലെ അതെനിക്ക് നാളത്തെ പ്രോഗ്രാമിൽ ധരിക്കാൻ വേണമെന്ന് ഡാഹി പറയുമ്പോൾ റെഡിയാക്കി നൽകാമെന്ന് ജിസോങ് ഉറപ്പു നൽകുന്നു. അന്ന് വൈകുന്നേരം തന്നെ നാളെ എങ്ങനെ റെഡി ആകണമെന്ന് ജിസോങ് ഡാഹിക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾ സുന്ദരിയായിട്ടുണ്ട്. ഇതേ സമയം തന്നെ ക്രിപ്റ്റോയിൽ പ്രൈസ് ഉയരുന്നതും ഡാഹിയും യുങ്സാങ്ങും ഹാപ്പിയാകുന്നു. ജിസോങ്ങിന് പിന്നെ ക്രിപ്റ്റോ ഇഷ്ടമല്ലല്ലോ.
ജിസോങ് ഇവിടെ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് വായിക്കുകയാണ്. ഗ്രൂപ്പ് ചാറ്റിൽ ടീം ഡിന്നറിനായി എവിടേക്ക് പോകണമെന്ന് എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ ജിസോങ് ഒരു ഫാൻസി റെസ്റ്റോറൻറ്റ് നിർദ്ദേശിച്ച് താൻ അവിടെ സ്ഥിരം പോകാറുണ്ടെന്ന് കള്ളം പറയുന്നു. എല്ലാവരും അവളോട് ബുക്കിംഗ് ചെയ്യാൻ പറയുമ്പോൾ അവൾ അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നു. അതിനിടെ ജിയു ഡാഹിയെ വിളിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ നിന്നെ കാണണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരാൻ നിൽക്കുകയാണ് അവൻ. എന്നാൽ ഇന്ന് എൻ്റെ വീട്ടിൽ ഫ്രണ്ട്സ് ഉണ്ടെന്നും നാളത്തെ പ്രോഗ്രാമിൽ വെച്ച് കാണാമെന്നും പറഞ്ഞ് ഡാഹി അവനെ സമാധാനിപ്പിക്കുന്നു. അടുത്ത ദിവസം ജിയു ഡാഹിക്കായി കാത്തിരിക്കുകയാണ്. അവൻ അവൾക്കായി പൂക്കൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നാൽ സുന്ദരിയായി അങ്ങോട്ട് വരുന്ന ഡാഹി കാണുന്നത് ടേബിളിൽ നിന്ന് അവളുടെ പേര് എടുത്തു മാറ്റുന്നതാണ്. കാരണം ഇന്നലെ വരെ വരില്ല എന്ന് പറഞ്ഞ CEO അപ്രതീക്ഷിതമായി കയറി വരികയാണ്. VIP ടേബിളിൽ നിന്ന് ഡാഹിയെ അവർ പിന്നിലേക്ക് മാറ്റുന്നു. അതേസമയം ജിസോങ് യുങ്സാങ് ഫാൻസി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അവർ അവിടെ ഒഴിവില്ല എന്ന് അറിയിച്ചിട്ടും അവസാനം അവർക്കൊരു ടേബിൾ കമ്പനി ഡിന്നറിനായി ലഭിക്കുകയാണ്. അവൾ അത് ഹാപ്പിയായി ബുക്ക് ചെയ്യുന്നു. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡാഹിയെ അടുത്തില്ലാത്തതിനാൽ ജിയു നിരാശനാണ്. അവാർഡ് വാങ്ങാനായി ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയെ മാത്രമാണ് വിളിക്കുന്നത്. 3 അവാർഡുകളും ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ഏറ്റുവാങ്ങുമ്പോൾ നമ്മുടെ ഡാഹിക്ക് സങ്കടമാകുന്നു. ഡാഹി നിരാശയോടെ ഷാമ്പയിൻ തുറക്കാൻ ശ്രമിക്കുമ്പോൾ കോർക്ക് മൂക്കിൽ തട്ടി രക്തം വരികയും അങ്ങോട്ട് വരുന്ന ജിയു കാണാതിരിക്കാനായി അവൾ ടേബിളിൻ്റെ അടിയിലേക്ക് ഒളിക്കുന്നു. എന്നാൽ പിന്നാലെ തന്നെ വന്നു കയറുകയാണ് ജിയു. അവൾ എപ്പോഴും അവനെ ഒഴിവാക്കുന്നുവെന്ന് പരാതി പറയുന്ന നേരം ഡാഹിയുടെ കൂടെയുള്ള സ്റ്റാഫുകൾ ആ ടേബിളിൽ തന്നെ വന്നിരുന്നു ഡാഹിയെ തന്നെ മോശമായി പറയുകയാണ്. ദേഷ്യം വരുന്ന ജിയു അത് ചോദിക്കാൻ പോകുമ്പോൾ ഡാഹി അവനെ തടയുകയാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനായി അവർ ആ ടേബിൾ ഉയർത്തി മുഖം കാണിക്കാതെ അവിടെ നിന്നും ഓടിപ്പോകുന്നു. പുറത്തേക്ക് വന്നു നിൽക്കുന്ന ഡാഹിയെ കുട്ടികളുടെ ഫുഡ് ബോക്സ് തെറ്റായ വിലാസത്തിലേക്ക് അയച്ചതിൽ വഴക്ക് പറയുകയാണ് മിസ്റ്റർ കോ. എന്നാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയുടെ തെറ്റായിരുന്നെങ്കിലും അതിന് നമ്മുടെ ഡാഹിയാണ് വഴക്ക് കേൾക്കുന്നത്. എല്ലാം കേട്ടുവന്ന ജിയുവിനോട് തൻ്റെ ലുക്കൊക്കെ മാറ്റി ജീവിതം കുറച്ചുകൂടി നല്ലതാക്കാമെന്ന് കരുതിയതായിരുന്നുവെന്നും എന്നാൽ എല്ലാം കുളമായെന്നും ഡാഹി പറയുമ്പോൾ ലുക്ക് മാറ്റിയിട്ട് ഒരു കാര്യവുമില്ല, നമ്മുടെ പ്രവൃത്തിയാണ് എല്ലാം തീരുമാനിക്കുന്നത്, നമ്മൾ നമ്മളായി തന്നെ ഇരുന്നാൽ മതി എന്ന് ജിയു അവളോട് പറയുന്നുണ്ട്. അതിനിടെ വാഷ്റൂമിൽ വെച്ച് ടീം അംഗങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞു ജിസോങ്ങിനെ പറ്റിച്ചെന്നും നമ്മൾ വേറെ ഹോട്ടൽ ബുക്ക് ചെയ്തത് അവൾ അറിഞ്ഞിട്ടില്ലെന്നും പറയുന്നത് യുങ്സാങ് കേൾക്കുന്നു. അവളെ ഈ കാര്യം അറിയിക്കാൻ യുങ്സാങ് എത്ര വിളിച്ചെങ്കിലും കാമുകനെ വിളിച്ചുകൊണ്ടിരുന്ന അവൾ യുങ്സാങ്ങിൻ്റെ കോൾ എടുത്തില്ല. ഈ സമയം ഫുഡ് കൊണ്ടുവരാൻ ലേറ്റ് ആവുമെന്ന് അറിയുന്നത് കൊണ്ട് ഡാഹിയെ ഹെൽപ്പ് ചെയ്യാനും കുട്ടികൾക്ക് നേരം പോകാനുമായി ജിയുവും സുഹൃത്തും ചേർന്ന് പാട്ട് പാടുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും അത് ഇഷ്ടമാകുന്നു. അതിനിടെ ഡാഹി റെസ്റ്റോറൻറ്റിൽ പോയി കുട്ടികൾക്ക് കട്ട്ലറ്റ് ഓർഡർ ചെയ്യുകയും കറക്റ്റ് സമയത്തിന് അത് പ്രോഗ്രാമിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ജിസോങ് ഏറെ നേരം റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുന്നു. പക്ഷെ ആരും വന്നില്ല. എന്ത് സംഭവിച്ചു എന്ന് നോക്കാനായി ഗ്രൂപ്പ് ചാറ്റ് തുറന്നപ്പോൾ ചോയ് ഒഴികെ ബാക്കി എല്ലാവരും ആ ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം മറ്റുള്ളവർ ഡിന്നറിന് പോയിരിക്കുകയാണ്. ചോയ് ജിസോങ്ങിനെ വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവൾ അവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ ഡേറ്റിന് പോയിരിക്കുകയാണെന്നും അവളെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കള്ളം പറയുന്നു. ചോയ് അത് വിശ്വസിക്കുന്നു. ജിസോങ്ങിനെ എല്ലാവരും പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ് യുങ്സാങ്. യുങ്സാങ്ങിനെ എല്ലാം അറിയാമെങ്കിലും ഒന്നും അറിയാത്തതുപോലെ നടിച്ച് ജിസോങ്ങിനെ ഡിന്നറിന് കൂട്ടിക്കൊണ്ടു പോകുകയാണ് അവൾ. ഡിന്നറിനിടയിൽ ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം വൻതോതിൽ ഉയർന്നതായി യുൻസാങ് ന്യൂസിൽ നിന്നും കാണുന്നതും അവൾക്ക് സന്തോഷമാകുകയാണ്. പ്രോഗ്രാമിന് ശേഷം ഡാഹിയും ജിയുവും പുറത്തേക്ക് പോകുന്നുണ്ട്. യുങ്സാങ് വിളിച്ച് ക്രിപ്റ്റോയിൽ പ്രൈസ് കുതിച്ചുയർന്നതായി പറയുമ്പോൾ ഡാഹി ഹാപ്പി ആകുന്നുണ്ട്. എന്നാൽ അവനിൽ നിന്നും മാറിപ്പോയ ഡാഹിയെ അവനോട് ചേർത്ത് നിർത്തി ഇതുപോലെ എന്നിൽ നിന്നും ഓടിപ്പോകാതെ എപ്പോഴും എൻ്റെ കൂടെ വേണം എന്ന് ജിയു ഡാഹിയോട് പറയുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഫ്ലാഷ് ബാക്കിൽ ഡാഹിയെക്കുറിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയോട് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ജിയു. ഡാഹിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ അവന് അത്രയും സന്തോഷമാകുന്നുണ്ട്. ഇത് പ്രൊമോ വീഡിയോ എടുക്കാൻ വന്ന ഡയറക്ടർ കാണുന്നതും ഇതാണ് ഞാൻ ആഗ്രഹിച്ച മുഖഭാവം പ്രണയത്തിലായ ഒരാളുടേത് എന്ന് ജിയുവിനെ നോക്കി പറയുന്നു. അപ്പോൾ ജിയുവിന് ശരിക്കും ഡാഹിയോട് പ്രണയമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു.